ഫ്ലിൻറ്റ് മാക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വളരെ ചരിത്രപ്രധാനമായ ഒരു തീരുമാനത്തിലേക്ക് കടക്കാൻ സുപ്രീം കോടതി തീരുമാനിച്ചിരിക്കുകയാണ്. ശബരിമല വിഷയം മാത്രമല്ല, ഇന്ത്യയിലെ മതസംബന്ധിയമായി കഴിഞ്ഞ കുറേ കാലമായി ഉയർന്നു വന്നിട്ടുള്ള പലവിധ പ്രശ്നങ്ങളെ സമാഹരിച്ചുകൊണ്ട്, വളരെ സെൻസിറ്റീവായ വിഷയങ്ങളെ സമാഹരിച്ചുകൊണ്ട് 9 അംഗ ഭരണഘടനാ ബെഞ്ച് അത് സംബന്ധിച്ച വാദം ഏപ്രിൽ 7 മുതൽ കേൾക്കാൻ പോവുകയാണ്. ഇവിടെ വിശദാംശങ്ങൾ മറ്റ് പല വീഡിയോകളിലായിട്ട് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇത് ഞങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, നമ്മുടെ ഭരണഘടന നിലവിൽ വന്നിട്ട് 76 വർഷമായി. 76 വർഷമായി ഭരണഘടനയിൽ പറയുന്ന 25 ആർട്ടിക്കിൾ 25 ഉൾപ്പെടെയുള്ള പല സുപ്രധാനമായ ആർട്ടിക്കിളുകളുടെയും പറയുന്ന കാര്യങ്ങളെ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന വിശ്വാസവും ആചാരങ്ങളുമായി, അതുമായി ബന്ധപ്പെട്ട ഹൈന്ദവ വിശ്വാസവും ക്ഷേത്ര സംബന്ധിയായ വിശ്വാസങ്ങളും ആചാരങ്ങളും എല്ലാമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ നമ്മൾ 76 കൊല്ലമായി ഭരണഘടനയുടെ ഉരകല്ലിൽ വെച്ച് ഉരച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്നിട്ടും നമ്മൾ ഒരു തീരുമാനത്തിൽ എത്തിയില്ല എന്നുള്ള ഒരു വസ്തുതയുണ്ട്. അത് വളരെ ദയനീയമായ ഒരു വസ്തുതയാണ്. പക്ഷേ എന്തോ ആയിക്കോട്ടെ, രാജ്യത്തിൻ്റെ വൈകാരികമായ വിഷയമായതുകൊണ്ട് രാഷ്ട്രീയക്കാർക്ക് പോലും ഈ വൈകാരികമായ വിഷയത്തിൽ കാലിടറി വീഴുന്ന ഒരു കാലമാണ്. ആ കാലിടറി വീഴുന്ന കാലത്ത് ഇത് സംബന്ധിച്ച തീരുമാനം സുപ്രീം കോടതി എത്രയും വേഗം എടുക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇപ്പം തന്നെ 9 അംഗ ഭരണഘടനാ ബെഞ്ചിലേക്ക് സുപ്രീം കോടതി വിട്ടിട്ട് ഇപ്പോൾ 7 വർഷമാവുന്നു. 7 വർഷമായി അത് ഡെഡായിരുന്നു. ഇപ്പോൾ അത് വീണ്ടും ഓപ്പൺ അപ്പ് ചെയ്യുകയാണ്. ഓപ്പൺ അപ്പ് ചെയ്ത് ഈ 9 അംഗ ഭരണഘടനാ ബെഞ്ച്, ആ ബെഞ്ചിലുള്ള പലരും റിട്ടയർ ചെയ്ത് പോകുന്നതിന് മുമ്പേ തന്നെ ഇത് സംബന്ധിച്ച തീരുമാനത്തിൽ എത്തുമോ എന്നുള്ള കാര്യം നമ്മൾ കാത്തിരുന്ന് കാണാനേ പറ്റുള്ളൂ. പക്ഷേ ഞങ്ങൾ ചോദിക്കുന്നത്, ഈ ആചാര സംരക്ഷണം വ്യക്തി സ്വാതന്ത്ര്യവുമായി, ഭരണഘടനയിലെ വ്യക്തി സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കുകയാണെങ്കിൽ 1-2 കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ല. ഇവിടെ നമ്മുടെ നാട്ടിൽ എത്രയോ കാലമായി, കേരളം ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൊടിയ ആചാരങ്ങൾ, കൊടിയ അധമ പ്രവൃത്തികൾ, അയിത്തം പോലുള്ള അങ്ങേ അറ്റത്തെ സ്വാമി വിവേകാനന്ദൻ പോലും വന്നിട്ട് ആക്ഷേപിച്ചിട്ട് പോയ ആ ആചാരങ്ങളൊക്കെ നമ്മൾ തൂത്തെറിഞ്ഞു. നവോത്ഥാന നായകർ ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികളും ഒക്കെ വന്ന് അത് തൂത്തെറിഞ്ഞു, അയ്യങ്കാളി ഉൾപ്പെടെയുള്ളവർ. ആ തൂത്തെറിഞ്ഞ ആചാരങ്ങളുമായി കുറച്ചുകൂടി ചേർന്ന് നിൽക്കുന്ന ആചാരത്തെക്കുറിച്ചുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. അത് ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയം എന്നുള്ളതല്ല. സ്ത്രീകൾ ആർത്തവം ഉണ്ടാകും. ആർത്തവമുള്ള കാലത്ത് മാത്രം സ്ത്രീകൾ അമ്പലങ്ങളിൽ പോകാറില്ല. എല്ലായിടത്തും നമുക്കറിയാവുന്നല്ലോ, അമ്പലങ്ങളിൽ അവർ പോകാറില്ല. അത് അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടാണ്. ആ വിശ്വാസവുമായി ബന്ധപ്പെട്ട് ആ വിശ്വാസം അവർ സംരക്ഷിച്ചുകൊണ്ട് തന്നെ അവരൊരു സ്ത്രീ എന്നുള്ള നിലയിൽ ഈ രാജ്യത്ത് ജീവിക്കുകയാണ്. ആ ജീവിക്കുമ്പോൾ അവരുടെ അവകാശത്തെ ധ്വംസിക്കുന്ന തരത്തിലുള്ള തീരുമാനമാണ് വന്നിട്ടുള്ളത്. സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് നമ്മൾ കണ്ടതാണ്. 5 അംഗ ഭരണഘടനാ ബെഞ്ച് എന്താണ് സ്ത്രീ സ്വാതന്ത്ര്യത്തെ ഉയർത്തിപ്പിടിക്കുകയാണ് ചെയ്തത്. ആ സ്ത്രീ സ്വാതന്ത്ര്യത്തെ ഉയർത്തിപ്പിടിച്ചതിൻ്റെ ഭാഗമായി അതിൻ്റെ വെട്ടിൽ വീണിട്ടാണ് പിണറായി സർക്കാർ, കഴിഞ്ഞ 1ാം പിണറായി സർക്കാർ ആ തീരുമാനമെടുത്തിട്ട് പിന്നീട് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് തോറ്റു തുന്നം പാടി എന്നുള്ളത്. പക്ഷെ അത് ശബരിമല വിഷയവുമായി മാത്രം ബന്ധപ്പെട്ടല്ല എന്നിരിക്കെ പോലും അതാണ് ഇപ്പോൾ ഒരു ഉരകല്ലായിട്ട്, അല്ലെങ്കിൽ ഒരു യാസ്റ്റിക്കായിട്ട് രാഷ്ട്രീയക്കാർ കാണുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ 2021 തെരഞ്ഞെടുപ്പിന്റെ കാലത്തും ഇത് സംബന്ധിച്ച ഒരു കോളിളക്കം സൃഷ്ടിക്കാൻ, അല്ലെങ്കിൽ ഇത് സംബന്ധിച്ച ഒരു കാടലക്കം ഉണ്ടാക്കാൻ ഒക്കെ തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ശ്രമിക്കുന്നത്. അതെന്തോ ആയിക്കോട്ടെ, ശ്രീ VPN-ൽ നമുക്ക് ഈ ഒരു വിഷയമുണ്ടല്ലോ, ഈ ആചാരങ്ങൾ, തൊടിയിൽ, തീണ്ടൽ തുടങ്ങിയ കാര്യങ്ങൾ, ആ ആചാരങ്ങൾ വ്യക്തികളുടെ പ്രശ്നമായിട്ട് കാണുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു നമ്പൂതിരി, അയാൾ പറയാണ്, ഞാൻ നമ്പൂതിരിയായിട്ടാണ് ജനിച്ചത്, അതുകൊണ്ട് എൻ്റെ 64 അടി അപ്പുറത്ത് ഒരു ഈഴവൻ നിന്നാൽ മതി, അല്ലെങ്കിൽ ഒരു ദളിത് നിന്നാൽ മതി, അതെന്റെ വ്യക്തിപരമായതാണ്, എൻ്റെ വ്യക്തിപരമായ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഞാൻ അത് ആവശ്യപ്പെടുകയാണ്, 64 അടി അപ്പുറത്ത് നിൽക്കൂ എന്ന് പറയാൻ പറ്റൂ? ഒരിക്കലുമില്ല. അതുതന്നെയാണ് നമ്മുടെ ഭരണഘടന വളരെ കൃത്യമായി ഇക്വാലിറ്റി, കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 14 ഇക്വാലിറ്റി, 15 അൺടച്ചബിലിറ്റി, ഒരു തരത്തിലുമുള്ള അസ്പൃശ്യത നിങ്ങൾ കാണിക്കാൻ പാടില്ല, പിന്നെ മറ്റൊരാളുടെ വ്യക്തിത്വത്തെ ബാധിക്കും വിധം, മറ്റൊരാളെ മോശമായി അല്ലെങ്കിൽ ചെറുതായി അയാളുടെ വ്യക്തിത്വത്തെ അംഗീകരിക്കാത്ത തരത്തിൽ നിങ്ങളുടെ വിശ്വാസമോ ആചാരമോ മറ്റൊരാൾക്ക് തടസ്സം ഉണ്ടാകാതിരിക്കണം. അതേസമയം തന്നെ നിങ്ങൾക്കൊരു വിശ്വാസിയായി തുടരാനും നിങ്ങളുടെ വിശ്വാസം പ്രചരിപ്പിക്കുവാനും സ്ഥാപനവൽക്കരിക്കാൻ പോലും നിങ്ങൾക്ക് അവകാശമുണ്ട്. ഇത്രയും പറയുമ്പോഴാണ്, നോക്കൂ, ഒരു സമൂഹം പടിപടിയായി വളരുമ്പോൾ ഒരു കാലത്തുണ്ടായിരുന്ന ആചാരങ്ങളെ മൊത്തത്തിൽ ഒഴിവാക്കപ്പെടുകയോ അതിന് കാലാകാലമായ ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടോ ആണ് ഈ ലോകം മുന്നോട്ട് പോയിട്ടുള്ളത്. എവിടെയും അങ്ങനെയായിരുന്നു. നമുക്ക് ഇന്ത്യയിൽ മൊത്തത്തിലെടുത്താൽ, ഇപ്പം രാജാറാം മോഹൻ റായിയുടെ കാലത്തിനൊക്കെ വളരെ ശേഷം കേരളത്തിലെ നവോത്ഥാന
നേതാക്കന്മാർ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ ഒരു ഘട്ടം കഴിയുമ്പോൾ അത് രാഷ്ട്രീയ നേതൃത്വം ഏറ്റെടുക്കാൻ നിർബന്ധിതമായി. അങ്ങനെയാണല്ലോ ഇപ്പൊ ഗുരുവായൂർ സത്യാഗ്രഹം പോലുള്ള സത്യാഗ്രഹത്തിൽ ഒരേ സമയം, വൈക്കം സത്യാഗ്രഹത്തിൽ ഒരേ സമയം നവോത്ഥാന നായകരും രാഷ്ട്രീയ പ്രവർത്തകരും കൂടെ ചേർന്ന് നടത്തിയ സമരമായിരുന്നു വൈക്കം സത്യാഗ്രഹം, നമുക്കറിയാം. അപ്പോൾ പിന്നീട് ജനാധിപത്യ സംവിധാനമായി മാറുമ്പോൾ ഇത്തരത്തിലുള്ള പല ആചാരങ്ങളും വ്യക്തികൾക്ക് ഒരു പക്ഷേ സുഖകരമായ ചില അനുഭവങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും പൊതുസമൂഹത്തിൽ അത് മറ്റാർക്കെങ്കിലുമോ, സ്ത്രീകൾക്കാകാം, കുട്ടികൾക്കാകാം, സാമുദായികമായി ജാതീയമായി ഏതെങ്കിലുമൊക്കെ തലത്തിരിക്കുന്നവർക്കാകാം, ആർക്കെങ്കിലും അസൗകര്യങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഒഴിവാക്കപ്പെടാൻ നിലവിലുള്ള ജനാധിപത്യ സംവിധാനത്തിൽ പടപൊരുതേണ്ടവർ രാഷ്ട്രീയ നേതൃത്വം തന്നെയാണ്. ആ രാഷ്ട്രീയ നേതൃത്വം ഇപ്പോൾ ഈ പ്രത്യേകിച്ച് തീവ്ര വലതുപക്ഷ, പ്രത്യേകിച്ച് ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഒരു കുതിപ്പിൻ്റെ കാലത്ത് ഇതിൽ നിന്നൊക്കെ ഒളിച്ചോടുമ്പോൾ പല ആചാരങ്ങളും ഒരുപക്ഷെ കൂടുതൽ തീവ്രമായ അനാചാരങ്ങളായി മടങ്ങി വരുന്നു എന്ന് തോന്നിപ്പിക്കുന്ന വിധമായിരുന്നു ശബരിമലയിലെ വിധിയും അനുബന്ധമായി കേരളത്തിലുണ്ടായ സമരങ്ങൾ. ഇവിടെ എനിക്ക് ഏറ്റവും ദുഃഖകരമായി തോന്നിയ ഒരു വിഷയം, RSSനെ പോലുള്ള ഒരു സംഘടന ഇങ്ങനെ ഒരു വിഷയം പറഞ്ഞേക്കാം. അവരുടെ സൈദ്ധാന്തിക തലത്തിൽ ഇതല്ല പറയുന്നത്. എല്ലാ ഹിന്ദുക്കൾക്കും ദേവാലയങ്ങളിൽ പ്രവേശിക്കാൻ അവകാശം ഉണ്ടാവും, സ്ത്രീകൾക്കും ഏത് സമുദായത്തിലുള്ളവർക്കും. പക്ഷെ കോൺഗ്രസ് പോലെയുള്ള വളരെ പുരോഗമനകരമായ കാര്യങ്ങളെ വിലയിരുത്തി ചരിത്രമുള്ള ഒരു സംഘടനയുടെ ഇന്നത്തെ നേതൃത്വം ശബരിമല വിഷയത്തിൽ അന്നെടുത്ത സമീപനം തീർച്ചയായും കിട്ടുന്ന വടി ഉപയോഗിച്ച് ഭരണകക്ഷിയെ അടിക്കുക എന്നുള്ള സങ്കുചിത രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്ക് അവർ ചിന്തിച്ചിരുന്നെങ്കിൽ കേരളത്തിൽ ഇങ്ങനെയുള്ളൊരു കോലാഹലം ഉണ്ടാകുമായിരുന്നില്ല. അതുകൊണ്ട് ആചാരങ്ങൾ ഏതെങ്കിലും ഒരു വിഭാഗം ആളുകൾക്ക് അസൗകര്യങ്ങൾ ഉണ്ട് എന്ന് ഒരു കോമൺ സെൻസിലൂടെയോ ആ വിഭാഗമോ പരാതിപ്പെട്ടാൽ രണ്ടു വട്ടം ആലോചിക്കാതെ അത് ഒഴിവാക്കുക എന്നുള്ളത് തന്നെയായിരിക്കണം പൊതുസമൂഹം ചെയ്യേണ്ടത്. അതിന് ഇവിടെ ചില പോരായ്മകളും പഴുതുകളും ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു.